ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ക്രാഫ്റ്റേഴ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സ് എന്നോട് പ്രിൻറ്റിനെ കുറിച്ചിട്ടൊക്കെ മെയിനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊരു ക്രാഫ്റ്റേഴ്സ് ആയിക്കോട്ടെ മെയിനായിട്ട് അറിയേണ്ടതും പ്രിൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നോട് ഫസ്റ്റ് വൺ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്, പ്രിൻ്റർ ഉണ്ടോ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടോ, ഈ വീട്ടിൽ നിന്നാണോ പ്രിൻ്റ് എടുക്കാറെന്നുള്ളതെന്നൊക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ പ്രിൻ്റർ ഇല്ല. റെൻ്റ് വീടായതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡാമേജ് വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പ്രിൻ്റർ വാങ്ങാത്തത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ക്യാൻവ എന്നുള്ള ആപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാറാണ്. പിന്നെ ചോദിക്കുന്ന കാര്യമാണ് എവിടുന്നാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത്. എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ഒട്ടുമിക്ക ക്രാഫ്റ്റേഴ്സിന് അറിയാവുന്ന ഷോപ്പാണ് ഭാവന. കോഴിക്കോട് പാളയത്ത് ജയലക്ഷ്മിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ പോയാലാട്ടോ ഈ ഷോപ്പ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രിൻ്റാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുക. അടിപൊളിയാണ് പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക 100% ആണ്. നമ്മൾ ആ ഒരു പ്രിൻ്റ് കണ്ടാൽ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാനൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ആൾക്കാരുണ്ടെങ്കിലും ഞാൻ അവിടുന്ന് പ്രിൻ്റ് എടുത്തിട്ടേ വരൂ, അല്ലെങ്കിൽ നാളത്തേക്ക് വെക്കും. അല്ലാണ്ട് ഞാൻ വേറൊരു ഷോപ്പിൽ ഇപ്പോൾ പോവാറേ ഇല്ല. കാരണം എല്ലാ ക്രാഫ്റ്റേഴ്സും വീട്ടിൽ പ്രിൻ്റർ ഇല്ലാത്ത എല്ലാ ക്രാഫ്റ്റേഴ്സും ഓടി വരുന്നത് അങ്ങോട്ടാട്ടോ. അത്രയും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രിൻ്റുകളാട്ടോ അവിടെ ഉള്ളത്. അതോ കുറഞ്ഞ റേറ്റിലാട്ടോ അവിടുത്തെ പ്രിൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് എടുക്കാറ്. എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഭാവന. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫ്രെയിമിലായാലും റിംഗ് ആൽബത്തിലായാലും പോളറോയിഡിലായാലും ബുക്ക് ആൽബത്തിലായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ പ്രിൻ്റാണ് കേട്ടോ. നമ്മൾ യൂസ് ആക്കേണ്ട പ്രിൻ്റ് ലേസർ പ്രിൻ്റാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റിലാണ് ഈ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് പേപ്പറിലാണ് എടുക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 300 GSM ഞാൻ ഇപ്പോൾ കറൻ്റ്ലി പ്രിൻ്റ് എടുക്കാറ്. ആദ്യം 220 എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും 220 കേട്ടോ എടുക്കാറ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ക്രാഫ്റ്റർ ഇങ്ങനെ 300 GSM പ്രിൻ്റ് എടുത്തപ്പോൾ ഞാനത് കണ്ടിട്ടൊന്ന് ജസ്റ്റ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. ചെയ്തപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം അത് 220 ഇരട്ടിന്ന് തോന്നിപ്പോയി. അത്രയും നല്ല കട്ടിയുള്ള പ്രിൻ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ എവിടെയോ ഒന്ന് ഇങ്ങനെ കീറിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാരണം അത്രയും നല്ല പെട്ടെന്നൊന്നും ചുളിയില്ല. നമുക്ക് ഡിക്കിയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ. കാരണം ഈ A3 ഷീറ്റാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. A4 കൊടുക്കില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു കട്ട് ചെയ്യാനുള്ള എന്താ പറയുക സജ്ജീകരണങ്ങളും കത്തി സ്കെയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെയ്യാറ്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിക്കിയിലിട്ടിട്ടാണ് ഞാൻ വെത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ 300 GSM എന്ന് പറയുന്നത്. അങ്ങനെ പോളറോയിഡിനൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു 300 GSM യൂസ് ആക്കാറ്. അപ്പം ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഞാൻ എന്തിനും ഫ്രെയിമിനായിക്കോട്ടെ റിംഗ് ആൽബം പോളറോയിഡ്സ് അപ്പോൾ എല്ലാത്തിനും ഞാൻ യൂസ് ആക്കാറുള്ളത് ഈ ഒരു 300 GSM ആണ് കേട്ടോ. ഞാനൊരു ബുക്ക് ആൽബമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടോ. ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത പ്രിൻ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതാണ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.